ഇത് നല്ല പപ്പക്കായ കർമൂസ് എന്ന് പറയും. അതൊരു ചെറിയ പപ്പക്കായ തൊലി കളഞ്ഞ് നുറുക്കിയത്. ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടൊരു ഉപ്പേരി, തോരൻ പോലെ ഇതുണ്ടാക്കാൻ പോകണം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, വെളുത്തുള്ളി ഒരു 8 അല്ലി, ഒരു 6 പച്ചമുളക്, കുറച്ച് വേപ്പില. ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഷാജി മാമൻ തൃശ്ശൂർ പേഴ്സിൻ്റെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പക്കായ കർമൂസ് എന്ന് പറയും. അതൊരു ചെറിയ കർമൂസ്, ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തോരൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അത് കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കർമൂസ് അരിഞ്ഞതിടുന്നു, പപ്പക്കായ അരിഞ്ഞിടുന്നു. ഓക്കെ, ഇതിലേക്ക് സ്വല്പം ഒരു പൊടി മഞ്ഞൾപ്പൊടി, ഓക്കെ, സ്വല്പം എരിവുള്ള മുളക് പൊടി, പിന്നെ അതിൽ വറവിൽ ചേർക്കേണ്ടതാണ്, അതിനെ കുറച്ചിടണമല്ലോ. പാകത്തിന് ഉപ്പ്, ഓക്കെ. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഓക്കെ, ഇതൊന്ന് പാത്രം ഒന്ന് വഴറ്റി ഒന്ന് പിടിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇത് അടച്ച് വേവിക്കണം. സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ഉപ്പ് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 സ്പൂണോളം കുത്തുമുളക്, 2 സ്പൂൺ. ഓക്കെ, എന്നിട്ടിട്ടൊന്ന് മൂപ്പിക്കുക. ഇത് മാത്രം മതി ചോറിലേക്ക് കഴിക്കാനായിട്ട്. അതും ഉള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ട് മൂപ്പിച്ച്, മുളകൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അതന്നെ ഈ മുളക് കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. ഇനി നമ്മൾ ഈ വെന്തിട്ടുള്ള ഒഴിക്കയില് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളച്ചോട്ടെ. ഒന്നുടഞ്ഞോളില്ലേ, ഒന്ന് വരുമ്പോൾ ഓക്കെ, ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് ഇത് റെഡി ആയിട്ടുണ്ട്. കർമൂസ് തീയലി ഉപ്പേരിയായിട്ട് തൃശ്ശൂർ സ്റ്റൈലിഷ് റെഡി ആയിട്ടുണ്ട്. അതിന് മീതെ റെഡി ആയതിന് ശേഷം കുറച്ച് മല്ലിയില വിതറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ.